നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വർ കഴിഞ്ഞ 14 ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം 2 ദിവസം മുൻപാണ് ജയിലിൽ നിന്ന് മോചിതനായത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും പറയുന്നില്ല. കാരണം അത് പൂർണ്ണമായും കേസിലിരിക്കുന്ന കാര്യമായി തന്നെ അതുകൊണ്ട് ഒരു അക്ഷരം പോലും പറയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സത്യം ജയിക്കണം, സത്യം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു മണ്ടനാണ് ഞാൻ എന്നാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ചില സത്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നിയ ചില സത്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ മറ്റു സത്യങ്ങളുമായിരിക്കാം. അത് ജയിക്കണം, അത് മാത്രമേ ജയിക്കാവൂ എന്ന് വിചാരിക്കുന്ന ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പത്മകുമാറിനെ ജയിലിൽ വെച്ച് കണ്ടിരുന്നു. പത്മകുമാർ സാർ എന്നാണ് രാഹുൽ ഈശ്വർ വിളിക്കുന്നത്. പത്മകുമാർ സാർ, വാസു സാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പത്മകുമാർ സാറുമായി എനിക്ക് നല്ലൊരു അടുപ്പമുണ്ട്. ഹരിവരാസനം അടക്കം എഴുതിയ ഒരു കുടുംബം. അദ്ദേഹം കളിച്ചു പറഞ്ഞത് ശബരിമലയിലാണ്. അപ്പോൾ ശബരിമലയിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ മോഷ്ടിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ പത്മകുമാർ സാറിനെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. എനിക്ക് പത്മകുമാർ സാറിനെ കാണുമ്പോൾ വളരെ വേദനയാണ് തോന്നിയത്. അദ്ദേഹം അങ്ങനെ ഉണ്ടാകരുത്, പത്മകുമാർ സാർ ഒന്നും അറിയാതെയാണ് നടന്നത് എന്ന ഈ ഒരു കേസിന്റെ അവസാനം ഉണ്ടാകട്ടെ എന്നൊക്കെ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ ഈ പറയുന്ന ആങ്കർ തിരിച്ച് രാഹുൽ ഈശ്വറിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്കുള്ള ഈ ഒരു ദുഃഖവും അനുകമ്പയും പത്മകുമാറിനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പത്മകുമാറുമായി കണ്ട നിമിഷങ്ങൾ എനിക്ക് ഏതായാലും ക്യാമറയ്ക്ക് മുന്നിൽ വിവരിക്കാൻ കഴിയുകയില്ല. ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വാ തുറന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ലീഡിലേക്ക് പോകുമോ എന്നൊരു ഭയം പത്മകുമാറിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെ ഈ പോറ്റി എന്നൊക്കെ പറയുന്നത് വെറും ഒരു കണ്ണി മാത്രമാണ്. ഇതിനേക്കാൾ വലിയ വലിയ ആളുകൾ ഇതിന് പിന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വാസു സാർ എന്നാണ് രാഹുൽ ഈശ്വർ ഉപയോഗിച്ചത്. വാസു എന്ന് പറയുന്ന വ്യക്തി അന്നു മുതലേ തന്നെ ഒരു തരത്തിലുമുള്ള അനുകമ്പ ഇല്ലാത്ത ഒരാളാണ്. ഇവിടെ ഹനുമാൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ പോലും കുറെ അക്രമകാരികൾ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ കൊണ്ട് ഞങ്ങളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് വാസു സാറ്. അതുകൊണ്ട് തന്നെ വാസു സാറെ കുറിച്ച് എനിക്ക് അതൊന്നും സംസാരിക്കാനില്ല. പക്ഷെ പത്മകുമാർ സാർ അങ്ങനെയല്ല. ഒരിക്കലും പത്മകുമാർ സാർ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാലും തെളിവുകൾ വ്യക്തമാക്കുമ്പോൾ അതൊരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അറിയില്ല, കാത്തിരുന്ന് കാണാം, കണ്ടു തന്നെ അറിയാം. എന്തായാലും പത്മകുമാറിനെ കാണുകയും സംസാരിക്കാനും കഴിഞ്ഞിരുന്നു എന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. നമുക്ക് ഇതേവരെ SIT കുറിച്ച് പൊതുജനത്തിന് ഇത്രയും അറസ്റ്റൊക്കെ ഉണ്ടായി കറക്റ്റായി പോകുന്നു എന്നുള്ളൊരു ധാരണയാണുള്ളത്. പക്ഷേ വളരെ ഷാർപ്പായി, അതായത് ഹൈക്കോടതിയുടെ ആദ്യ ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് ജയകുമാറിന്റെയും ബെഞ്ചിൽ നിന്നൊക്കെ 8-9 കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നു. ഈ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുക വളരെ റെയറാണ്. അങ്ങനെ നേരെ തിരിച്ചാണല്ലോ, അന്വേഷിച്ചിട്ട് ഇത് വളരെ കൃത്യമായി എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലാജി അടക്കം സൂചിപ്പിക്കുന്നത് പോലെ വലിയ എന്തെങ്കിലും ഡീലുകൾ നടന്നു കാണാം. അതായത് ഏതാനും ലക്ഷങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി ചെയ്തില്ല. മുഴുവനായി പറയാൻ പറ്റില്ലെങ്കിലും ഞാനിപ്പോൾ പൂജപ്പുരയെ കടന്നപ്പോൾ 2 തവണ പത്മകുമാർ സാറിനെ കണ്ടു. 2 തവണ ഞാൻ ഓടിച്ചെന്ന് 2-3 കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ ഇത് അതായത് അദ്ദേഹത്തെ ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ പറഞ്ഞു, അദ്ദേഹമാണ് ആദ്യം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. ശരിക്കും മേളിലെത്താൻ ആദ്യ ദിവസം പ്രക്ഷോഭം നയിക്കാൻ ഞാനടക്കമുള്ളവരെ മേളിലെത്തിക്കാൻ അദ്ദേഹം കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ആദ്യ ദിവസം യുവതികൾ കയറിയിരുന്നെങ്കിൽ പിന്നെ പ്രക്ഷോഭമില്ല, പിന്നെ തീർന്നു. അദ്ദേഹം തെറ്റ് ചെയ്ത് കാണും, പക്ഷേ ശരി ചെയ്തതിനെ ശരിയെന്ന് തന്നെ പറയണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ ശമ്പളം അടക്കം തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, സാറ് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു, നമുക്കൊരു വിഷമമാണ്. ഞാനത് ക്യാമറ ഓഫ് ചെയ്തിട്ട് 2-3 കാര്യങ്ങൾ പറയാതെ, പക്ഷേ എനിക്ക് എന്താ അറിയാമോ, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളിലുള്ള ആഗ്രഹം ശരിയാണെന്നല്ല. അവസാനം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വേണ്ട രീതി അറിഞ്ഞില്ല എന്നൊക്കെ ഒരു വരികയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ഭക്തൻ വിശ്വസിക്കും, അല്ലെങ്കിൽ ആശ്വസിക്കും. വേറൊന്നും കൊണ്ടല്ല, ഹരിവരാസൻ എഴുതിയൊരു ഫാമിലി, അദ്ദേഹം അവിടെ കൊച്ചുകാലിൽ കളിച്ച് വളർന്നതാണ്, അച്ഛൻ അവിടുത്തെ കോൺട്രാക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ചെയ്യുമെന്ന് പറയുമ്പോൾ, ഇപ്പം വാസു സാർ കുറ്റമായിട്ടല്ല, വാസു സാറ് ആദ്യമേ നമ്മളോട് അനുഭവമൊന്നുമില്ല. വാസു സാർ ഞങ്ങളായിരുന്നു ഫസ്റ്റ് പ്രക്ഷോഭം. ഇവിടുത്തെ തിരുവനന്തപുരത്തെ നമ്മുടെ OTC ഹനുമാൻ ടെമ്പിൾ ഞങ്ങൾ കയറാൻ വന്നപ്പോൾ വാസു സാർ പോലീസിനെ വിളിച്ച് തടഞ്ഞു. പ്രക്ഷോഭകാരികൾക്കുള്ള സ്ഥലമല്ല അമ്പലം എന്ന് പറഞ്ഞു. ഞങ്ങൾ കയറി, അത് വേറെ. എന്നിരുന്നാൽ പോലും വാസു സാറിനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ഡൽഹിയിലേക്ക് വിട്ട് ഇപ്പൊ അഫിഡവിറ്റിൽ പറയാത്ത കാര്യങ്ങൾ പറയിച്ചത്. എന്തായാലും ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിപ്പോൾ SITയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നാണ് മനസ്സിലാകുന്നത്. SIയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ED കൃത്യമായി തന്നെ ഇറങ്ങുമെന്നും മനസ്സിലാകുന്നുണ്ട്. ED ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നതുകൂടി അറിയേണ്ടതുണ്ട്. SITക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ED എത്തിപ്പെടും എന്നാണ് വ്യക്തം.
വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ബെല്ലാരിയിലും ചെന്നൈയിലും ഒക്കെ തന്നെ കൃത്യമായ റെയ്ഡ് നടക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പത്മകുമാർ വാ തുറന്നാൽ ലീഡ് 6ലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിന്നുമാണ് ഈ ഗോവർദ്ധനെയും മറ്റൊരു വ്യക്തിയും കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മറ്റ് 2 ആൾക്കാരെയും കൂടി ഈ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതി തന്നെ ചോദിച്ച കാര്യമാണ്, എങ്ങനെ പത്മകുമാർ മാത്രം ഇതിൽ പ്രതിയാകും? ഒരു ബോർഡായി ഒരു കൂട്ടമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റു ആൾക്കാരും ഇതിൽ പ്രതികളല്ലേ എന്നാണ് ചോദിച്ചത്. എന്നാൽ തീർച്ചയായും ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ആ ചോദ്യവുമായി തീർച്ചയായിട്ടും മെസ്സേജ് മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാകുന്നത്.